CBSE +2 പരീക്ഷാ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് പരാതിയുമായി വിദ്യാർത്ഥികൾ. വെബ്സൈറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. പരീക്ഷാ പേപ്പറിന്റെ പകർപ്പെടുക്കാൻ നിശ്ചയിച്ചതിലും ഉയർന്ന തുകയാണ് ഈടാക്കുന്നത് എന്നാണ് പരാതി. 8,000 മുതൽ 69,000 രൂപ വരെ നഷ്ടമായി എന്നാണ് പരാതി. YS അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. YS അഭിനന്ദ, CBSE വിദ്യാർത്ഥികൾ ഏതാണ്ട് മടുത്ത മട്ടാണ്. പരീക്ഷാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്, വെബ്സൈറ്റ് തകരാറുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം കൂടി കൂട്ടി നൽകാമെന്നുള്ളതായിരുന്നു വാഗ്ദാനം. പക്ഷേ ഉയർന്ന ഫീസ് ഈടാക്കുകയാണ്. ഈ പകർപ്പെടുക്കുന്നതിന് വേണ്ടി 69,000 രൂപയൊക്കെ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികളെ പിഴിഞ്ഞെടുക്കുന്നതിന് തുല്യമാണ്. മാധു, അങ്ങനെ തന്നെയാണ് വിദ്യാർത്ഥികളടക്കം വ്യക്തമാക്കുന്നത്. അതിനെ ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയാണ് നിലവിൽ പ്രധാനമന്ത്രിക്ക് വിദ്യാർത്ഥികൾ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ മാസം 20-ാം തീയതിയായിരുന്നു CBSEയുടെ ഫലം പുറത്തു വന്നത്. അതിനുശേഷം തന്നെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയർന്നു. വെബ്സൈറ്റുകളുടെ പ്രശ്നമാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയത്. ഉത്തര പേപ്പറിന്റെ പകർപ്പെടുക്കുന്നതിനും ഒപ്പം തന്നെ റീവാലുവേഷനും സൈറ്റുകളിനകത്ത് ചില അപാകതകൾ ഉണ്ട് എന്നതാണ് വിദ്യാർത്ഥികളുടെ പരാതി. ഈ 100 രൂപയായിരുന്നു. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ സുതാര്യമായ ഒരു നടത്തിപ്പ് അത് കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ 100 രൂപ മാത്രം നൽകിയാൽ മതിയെന്നായിരുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തത്. അത് വിശ്വസിച്ച് വിദ്യാർത്ഥികൾ വെബ്സൈറ്റിൽ കയറുന്നു. ഉത്തര പേപ്പറുകൾ YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകുന്നത്. CBSE +2 പരീക്ഷാ പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നത്.